ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് നോക്കുന്നത് ഏപ്രിൽ 28 നടന്ന VFA പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും പ്രൊഫഷണൽ ആൻസർ കീയും കൂടിയാണ്. ഇനി 10th മെയിൻസ് എഴുതാൻ പോകുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇത്. കാരണം 2020 ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയാണ്, 2 ദിവസം മുന്നേ നടന്ന പരീക്ഷയാണ്. അപ്പം ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആര്? ഓപ്ഷൻ സി ആണ് ആൻസർ, സർദാർ KM പണിക്കറാണ്. ഹിസ്റ്ററി ഓഫ് കേരള, സർദാർ KM പണിക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, 1.25 കോടി മലയാളികളാണ്. EMS നമ്പൂതിരിപ്പാടിൻ്റെ 1.25 കോടി മലയാളികൾ എന്ന പുസ്തകത്തിലാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്നത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ചൈനയും ഇന്ത്യയുമാണ്. 1954 ഏപ്രിൽ 29 പഞ്ചശീല തത്വം സൈൻ ചെയ്യുന്നത്. ഇത് സൈൻ ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും അന്നത്തെ ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗവൻലായും കൂടെയാണ്. അടുത്തത്, 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം. ഓപ്ഷൻ സി ആണ് ആൻസർ, കാൺപൂരാണ്. നയനം എന്നുള്ള ഇത് വെച്ചിട്ട് കാണുക, നയനം കൊണ്ടല്ലേ കാണുക, അപ്പോൾ അത് വെച്ചിട്ട് നാനാ സാഹിബ് കാൺപൂരാണ് എന്ന് ഓർക്കാൻ പറ്റുമേ. ഇനി അടുത്തത്, 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഫിലാഡൽഫിയ. ഒന്നാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസും രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസും നടക്കുന്നത് ഫിലാഡൽഫിയയിലാണ്. 1774 ഒന്നാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? അന്റോണിയോ ഗുട്രസ് ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ, അദ്ദേഹത്തിൻ്റെ സ്വദേശം പോർച്ചുഗലാണ്. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത്? ചിനൂക്കും ലൂവും ഹർമാറ്റനും പ്രാദേശികവാദങ്ങളാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, ചക്രവാദം. അടുത്തത്, ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഈ ശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബസാൾട്ട് ഇതിന് ഉദാഹരണമാണ്, ശരിയാണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്, ആണോ? കേരളത്തിൽ ആഗ്നേയശില ഇല്ല. ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു, ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി തെറ്റാണ്. അപ്പോൾ അതാണ് ആൻസർ. ഇനി എന്താണ് ക്ലിഫ്? ജോഗ്രഫിയുടെ ഒരു 3 മണിക്കൂർ ക്ലാസ് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അതിനകത്തിലൊക്കെ വിശദമായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാരും വലിയ വ്യൂസൊന്നുമില്ല, ആരും കണ്ടിട്ടുമില്ല. അപ്പം കാണാത്തവർ പോയി കാണുക, ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം ലിങ്ക്. ഇത് തിരമാലയുമായിട്ട് ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ഇത് ഒരു ശിലയുടെ പേരാണ്. ഇത് ഒരു കൊടുമുടിയാണ്. ഇത് നദികൾ സൃഷ്ടിക്കുന്ന നിക്ഷേപ സമതലമാണ്. ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇത് തിരമാലയുമായിട്ട് ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ആ ചാപ്റ്ററിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തതും. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതാണ് എന്ന് തിരിച്ചറിയാൻ. കൂട്ടത്തിൽ ചേരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, ടെറായി ആണ്. ബാക്കിയുള്ള എല്ലാം എന്താണ്? കാറ്റും അതുപോലെ തിരമാലയും നദികളും ഒക്കെ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പം അതിൽ പെടാത്തതാണ് ടെറായി. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു, ശരിയല്ലാത്തത് കണ്ടെത്താനാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കൊടുത്തേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ശബരിഗിരി പത്തനംതിട്ട തന്നെയാണ്, എന്താണെന്ന് അറിയത്തില്ല. അടുത്തത്, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഫോർട്ട് വില്യം കൊൽക്കത്തയിലാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഫോർട്ട് വില്യത്തിൻ്റെ പേരിപ്പോൾ ഇന്ത്യൻ കരസേന മാറ്റിയിട്ടുണ്ട്, വിജയദുർഗ് എന്ന് ആക്കിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെ?
4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിക്കാം. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. വ്യവസായ സേവന മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക എന്നുള്ളത് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണോ? അല്ല. അപ്പോൾ അത് തെറ്റാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക കറക്റ്റാണ്. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, അതും കറക്റ്റാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത്. 2ഉം 3ഉം ശരിയാണ്. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, അത് ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകളിൽ ഉൾപ്പെടുന്നതാണോ? ആണല്ലോ. അടുത്തത് വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന. ഗാന്ധിജി വൻകിട വ്യവസായത്തെപ്പറ്റി പറയുന്നുണ്ടോ? ഇല്ല, ചെറുകിട വ്യവസായമല്ലേ. അപ്പോൾ അത് തെറ്റാണ്. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ, അത് കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ്. ഓപ്ഷൻ സി ആണ് ശരി. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിട്ട് ഉള്ളവയിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തെറ്റായിട്ടുള്ളത് ചാണക്യൻ അർത്ഥശാസ്ത്രം ശരിയാണ്, അമർത്യാസേൻ്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം ശരിയാണ്, മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പും ശരിയായിട്ടുള്ളതാണ്. ദാദാഭായ് നവറോജി മിച്ച മൂല്യ സിദ്ധാന്തം, അത് തെറ്റായതാണ്. ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തമല്ല മിച്ചമൂല്യ സിദ്ധാന്തം. അപ്പോൾ തെറ്റായിട്ടുള്ള ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു കറണ്ട് അഫെയർ ആണ്. 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. ഓപ്ഷൻ എ ആണ് ആൻസർ. പത്മ സുബ്രഹ്മണ്യത്തിനാണ്. 2024 പത്മവിഭൂഷൺ പത്മ സുബ്രഹ്മണ്യത്തിനാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായിട്ടുള്ള മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെടുന്നവയാണ് ചോദിച്ചിട്ടുള്ളത്. ഉൾപ്പെടുന്ന പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു, അതും ശരിയാണ്. മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്, ആണോ? അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ്? മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയാണ്. അടുത്തത് ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെല്ലാം? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ബോംബെ ആണ്, ശരിയാണ്. ഇന്ത്യൻ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ് ഉള്ളത്. ഇതെല്ലാം SCERT ഉള്ളതാണ്, അത് ശരിയായിട്ടുള്ളതാണ്. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നു, ആണോ? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയല്ലേ? പരുത്തിയാണ്. അങ്ങനെയാണെങ്കിൽ ചണനാരിനെ എന്താണ്? ഗോൾഡൻ ഫൈബർ എന്നാണ്, സുവർണ്ണ നൂലാണ് ചണനാര്. അടുത്തത് മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം. അപ്പം 19ാമത്തേൻ്റെ ഓപ്ഷൻ ഏത് ഓപ്ഷനാണ് ശരി? എ ആണ് ശരി. 1ഉം 2ഉം ശരിയാണ്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്താനാണ്. 2/3 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു, അത് തെറ്റായ പ്രസ്താവനയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്, ശരിയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു, ശരിയാണ്. ധനബില്ല് ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല, അതും ശരിയായിട്ടുള്ളതാണ്. ധനബില്ല് ആരംഭിക്കാനുള്ള അധികാരം ലോകസഭയ്ക്കാണ് ഉള്ളത്. അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ. 2ഉം 3ഉം 4ഉം പ്രസ്താവനകൾ മാത്രമാണ് ഇവിടെ ശരി, 1 തെറ്റാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഓപ്ഷൻ എ ആണ് ആൻസർ. PK തുങ്കൻ കമ്മിറ്റിയാണ്. അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത് ഇവിടെ 3ഉം 4ഉമാണ്. സംഘടനാ സ്വാതന്ത്ര്യം, പൊതു തൊഴിലിൽ തുല്യ അവസരം എന്നുള്ളതാണ്. അടുത്തത്
ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്കു വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സി വിജിലാണ്. ചേരുംപടി ചേർത്തവ പരിശോധിക്കാനാണ് അടുത്തത്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്താനാണ്. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം. യൂണിയൻ ലിസ്റ്റിൽ പെടുന്നതാണോ പ്രതിരോധവും ആണവോർജവും? ശരിയാണല്ലോ. അടുത്തത് സംസ്ഥാന ലിസ്റ്റിൽ കൃഷി മത്സ്യബന്ധനം. ശരിയാണ്. കൺകറൻറ്റ് ലിസ്റ്റിൽ മദ്യനിയന്ത്രണം ബാങ്കിങ്. അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പം 1ഉം 2ഉം ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് ഒരു കറണ്ട് അഫെയർ ആണ്. നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ്. പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ഓപ്ഷൻ ഡി ആണ്. കിരൺ റിജിജു. എപ്പോഴും വാർത്തകളിലൊക്കെ കേന്ദ്ര പാർലമെൻ്ററി കാര്യ മന്ത്രിയെ പറ്റി പറയുന്നുണ്ട്. അപ്പം എന്താണ്? കിരൺ റിജിജു ആണ്. അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്താനാണ്. 1993 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 98 വന്നത്. അപ്പോൾ അത് തെറ്റാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. ശരിയാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അതും ശരിയാണ്. അപ്പം ഓപ്ഷൻ ബി 2ഉം 3ഉം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളതാണ്. 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അഴിമതി നിയന്ത്രിക്കുന്നതിന് ശരിയാണ്. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നതിന് ശരിയാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് അതും ശരിയാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരി. എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഓപ്ഷൻ എ ഫെബ്രുവരി 2 ആണ്. അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യന് സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി. തൊഴിൽ വകുപ്പ് മന്ത്രി ഓപ്ഷൻ ഡി വി ശിവൻകുട്ടിയാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? ഓപ്ഷൻ എ ആണ് ആൻസർ. 9 ആണ്. ലോക്സഭാ സീറ്റുകളാണെങ്കിൽ 20 ആണ്. അടുത്തത് 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ്? മാറിയല്ലോ ഗവർണർ. നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയിട്ട് ആര് വന്നു? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വന്നിട്ടുണ്ട്. അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ. അദ്ദേഹം ബീഹാറിൻ്റെ ഗവർണർ ആയിരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ ഗവർണർ. അതുപോലെ കേരളത്തിൻ്റെ നേരത്തെ ഗവർണർ എങ്ങോട്ട് പോയി? ബീഹാറിലോട്ട് പോയി. ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ബീഹാറിൻ്റെ ഗവർണറാണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇദ്ദേഹം ഗോവ സ്വദേശിയാണ്. ഗോവയാണ് ഇദ്ദേഹത്തിൻ്റെ സ്വദേശം. 33ാമത്തെ ക്വസ്റ്റ്യന് ഒരു കറണ്ട് അഫെയർ തന്നെയാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ഓപ്ഷൻ ബി NS മാധവനാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനായിട്ടാണ്. ഇനാമൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ്. ജീവനുള്ള കലയാണോ ഇനാമൽ? അപ്പോൾ അത് തെറ്റായിട്ടുള്ളതാണ്. ഡെൻഡൈൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. അത് തെറ്റാണ്. അത് രണ്ടും തിരിച്ചും മറിച്ചും തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് രണ്ടും തെറ്റാണ്. പൾപ്പ് ക്യാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം. സിമൻറ്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജക കല. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ശരി. 3ഉം 4ഉം ശരി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ജീവകം ഇ ആണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്തുക. ശരിയായിട്ടുള്ള ജോഡിയാണ് പറഞ്ഞിരിക്കുന്നത്. കോളറ വൈറസ് ആണോ? കോളറ വൈറസ് അല്ല.
എലിപ്പനി ലെപ്റ്റോസ്പൈറ അത് കറക്റ്റാണ്. സ്ക്രബ് ടൈഫസ് വിബ്രിയോ കോളറ അത് തെറ്റാണ്. വിബ്രിയോ കോളറ എന്നത് കോളറയുടെയാണ്. അടുത്തത് കുരങ്ങുപനി ബാക്ടീരിയ ആണോ? അതും തെറ്റാ. കുരങ്ങുപനി വൈറസാണ് വരുത്തുന്നത്. അപ്പം ഇതിൽ സ്ക്രബ് ടൈഫസിൻ്റെ ആണ് ബാക്ടീരിയ വരുന്നത്. അപ്പോൾ അത് തിരിച്ചും മറിച്ചും കൊടുത്തിട്ടുള്ളതാണേ. ഓപ്ഷൻ സി 2 മാത്രം എന്നുള്ളതാണ് ശരി. അടുത്തത് 37ാമത്തെ ക്വസ്റ്റ്യന് ഒരു പദ്ധതിയാണ്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. നമ്മൾ പദ്ധതികൾ എടുത്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 പാർട്ടായിട്ടുണ്ട്. 38ാമത്തെ ക്വസ്റ്റ്യന് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ അതാണ് വരുന്നത്. അടുത്തത് സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിയാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് 1 മാത്രമാണ്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത്. 3 ആണ്. സൗദി അറേബ്യ എന്നുള്ളതാണ്. സൗദി അറേബ്യ ആണ്. ഇത് ഒരുപാട് വട്ടം ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പ്രീവിയസ് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് അറിയാം. എക്സാം ആദ്യമായിട്ടൊക്കെ എഴുതുന്നവരാണ്, പ്രീവിയസ് വർക്കൗട്ട് ചെയ്തവരാണെങ്കിൽ അറിയാം. അടുത്തത് 41ാമത്തെ ക്വസ്റ്റിന് മെനിഞ്ചൈറ്റിസിനെതിരെ MEN 5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. 3 നൈജീരിയ ആണ്. മെനിഞ്ചൈറ്റിസിനെതിരെ MEN 5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം. കറണ്ട് അഫെയർ ആണ്. അടുത്തത് 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. അടുത്തത് 43ാമത്തെ ക്വസ്റ്റ്യന് ഓഡ് 1 എഴുതാനാണ്. ഇതിൽ ഓപ്ഷൻ സി ആണ് ഇവിടെ കൂട്ടത്തിൽപ്പെടാത്തത്. സെക്കൻഡ് ആണ് ഇവിടെ കൂട്ടത്തിൽപ്പെടാത്തത്. അടുത്ത 44ാമത്തെ ക്വസ്റ്റ്യന് ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്നും 40 സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനാണ്. ഇവിടെ നമുക്ക് യുവും വിയും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 1/f കാണണമെങ്കിൽ ഇക്വേഷൻ എങ്ങനെയാണ്? 1/v + 1/u അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് കാണാൻ പറ്റും. ഇവിടെ കോൺകേവ് ആയതുകൊണ്ട് മൈനസ് ആയിരിക്കും ഉത്തരത്തിൽ വരുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ. -8 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം? ഓപ്ഷൻ എ മുംബൈ ആണ്. അടുത്തത് ഒരു കറണ്ട് അഫെയർ ആണ്. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ഇറ്റലി ആണ്. അടുത്ത 47ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? കാൽസ്യം ഓക്സൈഡ് രൂപപ്പെടുന്നത് കൊണ്ടാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കുമ്മായം അടിച്ച ചുവരിൽ തിളക്കം കാണപ്പെടുന്നത് കാൽസ്യം ഓക്സൈഡ് രൂപപ്പെടുന്നത് കൊണ്ടാണ്. അടുത്തത് 48ാമത്തെ ക്വസ്റ്റ്യൻ. ഇരുമ്പ് ഫൈലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്താണ് ഉണ്ടാകുന്നത്? അവിടെ പ്രോഡക്റ്റ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈഡ്രജനും അതുപോലെ FeCl3 ആണ് ഉണ്ടാകുന്നത്. 49ാമത്തെ ക്വസ്റ്റ്യൻ. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 10 എണ്ണം. അടുത്തത് 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ഇൽമനൈറ്റ് എന്ത് ഉൽപ്പാദിപ്പിക്കാനാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ടൈറ്റാനിയം. TiO2 ടൈറ്റാനിയം ഓക്സൈഡ്. 51ാമത്തെ ക്വസ്റ്റ്യന്. അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ബോയൽ നിയമമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ.
52ാമത്തെ ക്വസ്റ്റ്യന് പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, കാക്കനാട്. 53ാമത്തെ ക്വസ്റ്റ്യന് മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആര്? ഓപ്ഷൻ സി ആണ് ആൻസർ, PJ ആൻ്റണി. 54ാമത്തെ ക്വസ്റ്റ്യന് താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെ? 3 പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ശരിയാണ് ചോദിച്ചിട്ടുള്ളത്. മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്മാരകശിലകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് മൈമൂന. അത് തെറ്റാണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ള സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രമാണ് മൈമൂന. അതും തെറ്റായിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ശരി. 1 മാത്രം ശരി എന്നുള്ളതാണ്. അടുത്തത് 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആര്? ഓപ്ഷൻ ബി ആണ് ആൻസർ, EV രാമകൃഷ്ണനാണ്. മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ EV രാമകൃഷ്ണൻ്റെ ആണ്. 56ാമത്തെ ക്വസ്റ്റ്യന് ശരിയായത് ഏതൊക്കെ എന്നുള്ളതാണ്. ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. ശരിയാണ്. അടുത്തത് 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. ശരിയായിട്ടുള്ളതാണ്. G അരവിന്ദന് ദേശീയ അവാർഡ് ലഭിച്ച സിനിമയാണ് പിറവി. അത് തെറ്റാണ്. അപ്പം 1ഉം 2ഉം ശരി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഈയിടയ്ക്കാണ്, കഴിഞ്ഞ ദിവസമാണ് ഷാജി N കരുൺ മരിച്ചത്. അപ്പം അദ്ദേഹത്തെ പറ്റി ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്തത് 58ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ നായകൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ജയ്പാൽ സിംഗ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ നായകൻ ജയ്പാൽ സിംഗ് ആണ്. അടുത്തത് 59ാമത്തെ ക്വസ്റ്റ്യന് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ. ICT ആണ് ഇത് മൊത്തം. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ്? ഓപ്ഷൻ ഡി IMG ആണ്. അടുത്തത് 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു LAN ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം റൗട്ടർ ആണ്. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി ഏതാണ്? ഓപ്ഷൻ ബി CERT ആണ്. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം CERT ആണ്. അടുത്തത് ഇൻപുട്ട് ഉപകരണം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലെ ഇൻപുട്ട് ഉപകരണം സ്കാനറാണ്. അടുത്തത് 64ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പോസ്കോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരെയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് 65ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? 1 തവണയാണ്. അടുത്തത് 66ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷന്മാരുടെ കാലാവധി എത്ര? ഓപ്ഷൻ ബി 3 വർഷമാണ് ആൻസർ. അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 68ാമത്തെ ക്വസ്റ്റ്യന് ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തത്. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് ശരിയല്ലാത്തത്. അടുത്തത് 69ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ ചെയർപേഴ്സണെ കൂടാതെയാണ് ചോദിച്ചിട്ടുള്ളത്. ചെയർപേഴ്സണെ കൂടാതെ 6 അംഗങ്ങളാണ്. മൊത്തം 7 അംഗങ്ങളാണുള്ളത്. അടുത്തത് 70ാമത്തെ ക്വസ്റ്റ്യന് സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, 150. അടുത്തത് മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആൻസർ പറഞ്ഞു പോകാം.
71ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 45. 72ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് -7. 73ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 16. അടുത്തത് 74ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് 19. 75ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 35. 76ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി 23 ആണ്. 77ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ 10 ആണ്. 78ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി -8/75 ആണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് 18.69. 80ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 512 ആണ്. അടുത്തത് ഇംഗ്ലീഷ് ആണ്. മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ്സ് ഈസിയർ ദാൻ എവർ ടു ഈവ്സ്ഡ്രോപ്പ് ഓൺ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. Find the option that is closest in meaning to the underlined word. Eavesdrop എന്ന വേർഡിന് ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന മീനിങ് വരുന്നത് ഇതിലേതാണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു ലിസൺ സീക്രറ്റ്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ടു ലിസൺ സീക്രറ്റ്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ, അതാണ് ഈവ്സ്ഡ്രോപ്പ്. അടുത്ത 82ാമത്തെ ക്വസ്റ്റിന് ഡു യു റിമെമ്പർ ദി പാസഞ്ചർ ഡാഷ് ട്രാവൽഡ് എസ്റ്റർഡേ വിത്തൗട്ട് എ ടിക്കറ്റ്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹൂ ആണ് വരുന്നത്. ഹൂ ട്രാവൽഡ് എസ്റ്റർഡേ എന്നാണ് വരുന്നത്. അടുത്തത് 83ാമത്തെ ക്വസ്റ്റിന് മാർട്ടിൻ ഏറ്റ് ദി ഡാഷ് എമൗണ്ട് ഓഫ് ഷവർമ അറ്റ് ദി പാർട്ടി പ്രിഫറിംഗ് ടു സ്നാക്ക് ഓൺ വെജിറ്റബിൾസ്. ചൂസ് ദി സൂപ്പർലേറ്റീവ് ഫോം ഓഫ് ദി അഡ്ജക്റ്റീവ് ഫ്രം ദി ഓപ്ഷൻസ്. ഏതാണ്? സൂപ്പർലേറ്റീവ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ലീസ്റ്റ്. ഇനി ഒരു ഇഡിയമാണ് തന്നിട്ടുള്ളത്. ആൻ ആം ആൻഡ് എ ലെഗ്. നമ്മൾ ഇഡിയം എടുത്തപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇഡിയം ക്ലാസ് കാണാത്തവരെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, കാണുക. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ, എക്സ്പെൻസീവ്. ആൻ ആം ആൻഡ് എ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് എന്നാണ് അർത്ഥം. അടുത്തത് 85ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 85ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് എ ആണ്. വെർബും അഡ്വർബും കൂടെ വരുന്ന പാറ്റേൺ, അത് ബ്രേക്ക് ത്രൂ ആണ് വരുന്നത്. അടുത്തത് 86ാമത്തെ ക്വസ്റ്റ്യന് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്, ബോയ്. ബി ഫോർ ബോയ്, ബി ആണ്. അടുത്തത് 87ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡിഡിൻറ്റ് ഇറ്റ് ആണ് വരുന്നത്. ദിസ് ക്ലോത്ത് യൂസ്ഡ് ടു ഫേഡ് വെൻ വാഷ്ഡ്, ഡിഡിൻറ്റ് ഇറ്റ് എന്നാണ്. അടുത്തത് 88ാമത്തെ ക്വസ്റ്റ്യന് പാസീവ് വോയിസിലോട്ട് ചേഞ്ച് ചെയ്യാനാണ്. ക്ലോസ് ദി വിൻഡോ, അത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ലെറ്റ് ദി വിൻഡോ ബി ക്ലോസ്ഡ്. അടുത്ത 89ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, റീം ആണ് വരുന്നത്. ദ പ്രിൻസിപ്പൽ ഓർഡേർഡ് എ റീം ഓഫ് പേപ്പർ ടു പ്രിൻറ്റ് ദി സ്റ്റുഡൻസ് ഹോൾ ടിക്കറ്റ്സ്. കളക്റ്റീവ് നൗൺ ആണ്, റീം ഓഫ് പേപ്പർ എന്നാണ് പറയുക. അടുത്തത് 90ാമത്തെ ക്വസ്റ്റ്യന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ദ മാനേജർ ആസ്ക്ഡ് രാജീവ് വൈ ഡിഡിൻറ്റ് യു കം ടു ദി ഓഫീസ് എസ്റ്റർഡേ. ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ദി മാനേജർ ആസ്ക്ഡ് രാജീവ് വൈ ഷീ ഡിഡിൻറ്റ് കം ടു ദി ഓഫീസ് ദ പ്രീവിയസ് ഡേ എന്നുള്ളതാണ് ശരി. അടുത്തത് മലയാളമാണ്. വിൺ അധികം തലം എന്നത് വിണ്ടലം എന്നാണ് എഴുതുന്നത്. അത് സന്ധി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദേശ സന്ധിയാണ് വരുന്നത്. അടുത്തത് ക്ലീബം എന്ന പദത്തിൻ്റെ അർത്ഥം നപുംസകം എന്നാണ് അർത്ഥം വരുന്നത്. അത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. 93ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് മഞ്ഞ്. ഓപ്ഷൻ ഡി ആണ്, മഞ്ഞാണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തത്. 94ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരിയല്ലാത്ത വിപരീത പദരൂപം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ഉപജയം അപജയം. അടുത്തത് 95ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏവ. ആ ഇ എ, അതാണ് ശരി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ആ ഇ എ ആണ് ചുട്ടെഴുത്തുകളെന്ന് അറിയപ്പെടുന്ന അക്ഷരങ്ങൾ. 96ാമത്തെ ക്വസ്റ്റ്യന് ചതയില്ലാത്തിടത്ത് കത്തി വയ്ക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം. ശരി ഉത്തരം ഓപ്ഷൻ ബി, ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. 97ാമത്തെ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായിട്ടുള്ള ജോഡി ഏത്. ഓപ്ഷൻ സി ആണ് ആൻസർ, കവി
കവയിത്രി. കവയിത്രി അല്ല, കവയത്രിയാണ് വരിക. കവയിത്രിയാണ് വരിക. അപ്പം അത് തെറ്റാണ്. കവയിത്രി എന്നല്ല, കവയിത്രി എന്നാണ്. വായ്ക്ക് വള്ളിയില്ല. അടുത്തത് 98ാമത്തെ ക്വസ്റ്റ്യന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം എഴുതാനാണ്. ഓപ്ഷൻ സി പീപ്പാഡിഷു ആണ് ശരി. അടുത്തത് 99 സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ്. ഓപ്ഷൻ സി സലിംഗ ബഹുവചനം. അടുത്തത് 100ാമത്തെ ക്വസ്റ്റ്യനാണ്. കാലുകൊണ്ട് വെള്ളം കുടിച്ച തലകൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരമേത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, തെങ്ങ്. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു, തെങ്ങാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.